ഹായ് ഫ്രണ്ട്സ്, IP മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഡൊമിനിക് എന്ന മമ്മൂട്ടി ഫിലിം റിലീസായി. ഫസ്റ്റ് ഷോ തന്നെ കണ്ടിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ വലിയ പ്രൊമോഷനോ കാര്യങ്ങളോ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ തന്നെ ഇറങ്ങിയ സിനിമയാണ്. ഏകദേശം ആ ലെവലിൽ തന്നെയാണ് മൂവിയും. പൊതുവെ മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ മൂവിയാണ്. GVM ഗൗതം വാസുദേവ് മേനോന്റെ ആദ്യത്തെ മലയാള സിനിമ. മൂപ്പര് മലയാളിയാണെങ്കിൽ ആദ്യത്തെ മലയാള മൂവിയാണ് ഡയറക്ഷൻ ചെയ്യണ. ഇതിൽ ഗോകുൽ സുരേഷ്, സുഷ്മിത ഭട്ട്, ലാന സിദ്ദീഖ്, കുറെ ആക്ടേഴ്സ് ഉണ്ട്. ചെറിയ എല്ലാവർക്കും ചെറിയ ചെറിയ റോളുകള്. പിന്നെ ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കും ദുർബക ശിവ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറാണ്, മ്യൂസിക് ഡയറക്ടറാണ്. നല്ലൊരു മ്യൂസിക് ഒക്കെ നല്ല രസമായിട്ട് വന്നിരുന്നു. ആ പാട്ടൊക്കെ നല്ല രസമായിട്ട് വന്നു. ഇതിന്റെ സിനിമാറ്റോഗ്രാഫ് ചെയ്തിരിക്കും വിഷ്ണു ദേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാ. പിന്നെ ഇതിന്റെ എഡിറ്റർ ആന്റണി. പിന്നെ ഇത് വിതരണം ചെയ്തിട്ടുള്ളത് ദുൽഖർ സൽമാന്റെ, എന്താണ് അതിന്റെ പേര്, ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷനാണ്. പിന്നെ സിനിമയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ അഭിപ്രായം എന്താ പറയ്? അല്ല, സിനിമ ഒരു നോർമൽ നല്ലൊരു ഫിലിം തന്നെയാണ്. പേഴ്സണലി ഇഷ്ടപ്പെട്ട പടമാണ്. കാരണം മമ്മൂട്ടി എന്ന നടൻ്റെ, മമ്മൂക്കയുടെ ഒരു വ്യത്യസ്തം വേറൊരു കഥാപാത്രം എന്ന് പറയാം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അതിൽ കോമഡി എലിമെന്റ്സ് ഒക്കെ നല്ല വർക്കൗട്ടായി. അതെനിക്ക് ഇഷ്ടമായി. ചെറിയ ചെറിയ തരത്തിലുള്ള കോമഡിൻ്റെ ചില രീതികളും സംസാര രീതികളും ചില എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ അതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി ആണെങ്കിലും അത് കൊടുത്തിട്ടുള്ള ചില സമയത്ത് ഇൻവെസ്റ്റിഗേഷനിൽ കോമഡി കയറ്റുമ്പോൾ ഉണ്ടാകുന്ന ചില പോരായ്മകളുണ്ടാവും. അതൊന്നും ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നല്ലൊരു വർക്കൗട്ടായി. ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ലൊരു കോമഡി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷെർലക് ഹോംസ് ആയിട്ട് മമ്മൂട്ടിയാണ് വരുന്നത്, വാട്സൺ ആയിട്ടാണ് ഗോകുൽ സുരേഷ് വന്നിട്ടുള്ളത്. അവര് തമ്മിലുള്ള നമ്മളെ കെമിസ്ട്രി നല്ല വർക്കാവുണ്ട്. അവര് കണ്ണുകൊണ്ടുള്ള ആക്ഷന് അതൊക്കെ നല്ലൊരു രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആക്ടേഴ്സ് നല്ല രസമായിരുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങൾ. പക്ഷെ അതൊന്നും ഒക്കെ മറ്റേ ആ വായത്തെ ഒരു ലേഡി ഉണ്ടല്ലോ, മുടി കുറഞ്ഞിട്ടുള്ള അവരുണ്ട്. പൂജനാണ് അവര് കഥാപാത്രം വരുന്നത്. പിന്നെ അത് ശരിക്കും ആ പേര് പോലെ തന്നെ ലേഡീസ് പേഴ്സ്, അതിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ആ ഫിലിം പോകുന്നത്. ഒരു പേഴ്സ് നഷ്ടപ്പെട്ട് അത് ആരതാണ് കണ്ടുപിടിക്കുക, അതിട്ട് കൊലപാതകങ്ങൾ നടക്കുക. നമ്മൾ ട്രെയിലറിൽ സൂചിപ്പിച്ചത് സെയിം പാറ്റേൺ തന്നെയാണ്. നമുക്ക് ട്രെയിലർ കണ്ട അതേ സാധനം തന്നെയാണ്. പിന്നെ പൊതുവെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ, അതേപോലെ ഡിറ്റക്റ്റീവ് എന്നൊക്കെ പറയുമ്പോൾ കോട്ട് സൂട്ട് ആ രീതിയിലുള്ള സംഗതികളൊക്കെയാണ് വരുന്നത്. പക്ഷെ അതൊന്നും ഇതില്ല. പിന്നെ ആ രീതിയിലല്ല ഇവര് വേഷവിധാനങ്ങളായിക്കോട്ടെ മറ്റൊന്നായിക്കോട്ടെ, ആ ഒരു മമ്മൂക്കൻ്റെ ഒരു വേറെ ജാനർ, നല്ലൊരു ചാമിങ് ലുക്ക് ആയിട്ട് നമുക്ക് എനിക്ക് നല്ലൊരു രസമായിട്ട് തോന്നുന്നുണ്ട്. ചില സമയത്ത് കണ്ണുകള് ആ നോട്ടൊക്കെ ഭയങ്കര. പിന്നെ മമ്മൂട്ടിന്റെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്താണ്. മൂപ്പരവിടെ നിന്നാല് പിന്നെ ഒരു രക്ഷയില്ലാത്ത സ്ക്രീൻ പ്രസൻസ് ആണ്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മമ്മൂക്ക ഫാനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമ. അല്ല, സിനിമനെ ബേസ് നോക്കുമ്പോ ഞാൻ പറട്ടെ ഭയങ്കര സംഭവം അല്ല. അതെ, നമ്മളിപ്പോ ഒരു നമ്മളിപ്പോ ഒരു വലിയൊരു CBI പിന്നെ മറ്റു മമ്മൂട്ടിന്റെ സിനിമ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല ഇൻവെസ്റ്റിഗേഷൻ ആണ് വെച്ച് പോയാലേ നിരാശപ്പെടും. നമുക്കൊരു നോർമൽ സിനിമ എങ്ങനെ കാണണോ അതേപോലെ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് രസമായിട്ട് വന്നിട്ടുണ്ട്. രണ്ടാം ഭാഗത്തിലേക്ക് ഒരു ലിങ്ക് വരെ കൊടുത്തിട്ടുണ്ട്. അല്ല, അത് ഗൗതം മേനോൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഫസ്റ്റിന്റെ എങ്ങനെ ഇരിക്കും നിങ്ങളുടെ, പിന്നെ നിങ്ങൾ അതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളിരിക്കും, അതനുസരിച്ചിരിക്കും ഞാൻ സെക്കൻഡ് പാർട്ട് എടുക്കുക എന്നുള്ളത്. സെക്കൻഡ് പാർട്ടിലേക്ക് ഒരു ലിങ്ക് കൊടുത്തിട്ട് തന്നെയാണ് സിനിമ നിൽക്കുന്നത്. അപ്പോൾ അതൊരു ജനറൽ പടം തന്നെയാണ് ഇത്. കോമഡി ഷെർലക് ഹോംസ് ഫിലിമൊക്കെ അങ്ങനെയാണല്ലോ, ഒരു കോമഡി, ഒരു ഫൈറ്റ്, കോമഡി ചെറുതായിട്ടൊരു കോമഡി, നമുക്ക് ചിരിക്കാനുള്ള കോമഡി ഉണ്ട്. 2 മണിക്കൂർ 32 മിനിറ്റ് നമുക്ക് ലാഗില്ലാതെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് എന്തായാലും മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ മൂവി ഒരു വലിയ സിനിമ അല്ലെങ്കിൽ പോലും നന്നായിട്ട് ഓടും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്, കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. മമ്മൂട്ടി ഫാൻസ് ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കുക കാര്യങ്ങളൊക്കെ. ഓക്കെ, മറ്റൊരു വീഡിയോ എത്താം, മറ്റൊരു മൂവി എത്താം. ബൈ.